തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഷോക്കേറ്റ് മരിച്ച അക്ഷയുടെ കുടുംബത്തിന് KSEB 25,000 രൂപ അടിയന്തര ധനസഹായം നൽകി. കൂടുതൽ ധനസഹായം ഇന്ന് പരിഗണിക്കും. DK മുരളി MLA KSEB അധികൃതരും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, എത്ര നഷ്ടപരിഹാരം നൽകിയാലും അക്ഷയുടെ കുടുംബത്തിന് അതൊന്നും പകരമാകില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു മനുഷ്യ മാതൃകയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമാണ്. ഒരു കുടുംബം ഏറ്റവും സങ്കടാവസ്ഥയിൽ നിൽക്കുമ്പോൾ പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്നത്. അതാണിപ്പോൾ KSEB ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായങ്ങൾ ആ കുടുംബത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുതന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സഹായം അല്ലെങ്കിൽ പൈസ കൊണ്ടൊന്നും തന്നെ ഒരു ജീവന്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ധനസഹായമൊക്കെയും നൽകുന്നത്. ഇപ്പോൾ നിലവിൽ അക്ഷയുടെ കുടുംബത്തിന് KSEB 25,000 രൂപയാണ് കുടുംബത്തിന് അടിയന്തര ധനസഹായമായി നൽകിയത്. കൂടുതൽ ധനസഹായം ഉണ്ടായേക്കും എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ DK മുരളി MLA അതോടൊപ്പം തന്നെ KSEB അധികൃതരും വീട്ടിലെത്തിയാണ് ഈ ഒരു ധനസഹായം കൈമാറിയത് എന്നുള്ളതാണ്. മറ്റേ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവേ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണ്ടായിരുന്ന മരത്തിന്റെ ചില്ല ഈ പോസ്റ്റിൽ വീണ് അങ്ങനെയാണ് ഈ വൈദ്യുതി പോസ്റ്റിൽ റോഡിലേക്ക് ഉണ്ടായിരുന്നത്. അത് തട്ടിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് തട്ടിയാണ് ഈ അക്ഷയുടെ മരണം സംഭവിച്ചത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയായി പുറത്തു വന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ഈ കാര്യം സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തണമെന്ന് KSEB വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉത്തരവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയോട് 6 മാസം മുൻപേ തന്നെ ഇത്തരത്തിൽ KSEB ഈ മരം മുറിച്ചു മാറ്റണമെന്നും അത് അപകട സ്ഥിതിയിലാണ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെയും തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷെ അതിന് ആ ഒരു സ്വകാര്യ വ്യക്തി നിന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ ഇനിയും നമുക്ക് ആളുകളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഭീഷണി ഇനിയിപ്പോൾ മഴക്കാലം തന്നെയാണ് ഇത്. പക്ഷേ വരുന്ന ദിവസങ്ങളിലും നല്ല ശക്തമായ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടാകും. ഈ ഒരു ഘട്ടത്തിൽ അപകട സാഹചര്യങ്ങളിൽ നിൽക്കുന്ന മരങ്ങളൊക്കെയും തന്നെ മുറിച്ചു മാറ്റുക, അതോടൊപ്പം തന്നെ വൈദ്യുത പോസ്റ്റ് അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ലൈന് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ സമീപത്തു കൂടി നടക്കാതിരിക്കുക, അല്ലെങ്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം ഈ ഘട്ടത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതി തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അത് നമുക്കറിയാം ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ലൈനുകളൊക്കെയും തന്നെ പൊട്ടി വീഴുന്നത് എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ദാരുണ സംഭവമാണ് ഏറ്റവും ഒടുവിലായി ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ആളുകൾ ഇനിയും കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള മറ്റ് അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അതു സംബന്ധിച്ചുള്ള നടപടികളും സ്വീകരിക്കാൻ തന്നെയാണ് KSEBയുടെ നീക്കം. മനു, ശരി, ഏതായാലും നടക്കട്ടെ കാര്യങ്ങൾ. ഏതായാലും ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം സങ്കടകരമാണ്. നമുക്കറിയാം ഓരോ മരണവും ഏറ്റവും സങ്കടങ്ങളാണ് എന്നും നമുക്ക് നൽകാറുള്ളത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഴ പെയ്യുകയാണ്, അപ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ പറയുന്നത് പോലെ മരങ്ങളൊക്കെയുള്ള പ്രദേശങ്ങളിൽ ലൈനുകളൊക്കെ മരമൊക്കെ ഒടിഞ്ഞു വീണ് പൊട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും സൂക്ഷിച്ച് മാത്രം പോവുക. നമുക്കറിയാം നമുക്ക് എപ്പോഴും വീട്ടിലൊന്നും ഇരിക്കാൻ കഴിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ജോലി ആവശ്യങ്ങളുണ്ട്, നമ്മുടെ മറ്റാവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോകേണ്ടി വരും. പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ മഴക്കാലമാണ്, എപ്പോഴും അപകടം മുന്നിലുണ്ട് എന്നൊരു ചിന്തയോട് കൂടി തന്നെ നടക്കുക. അപ്പോൾ നമുക്ക് പരമാവധി ശ്രദ്ധിക്കാൻ പറ്റും. അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.